നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പുതിയ സർക്കാരിൻ്റെ ആദ്യ പെൻഷൻ വരികയാണ്. നാളെ മുതലായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 2000 രൂപയുടെ പെൻഷനായിരിക്കും നാളെ ലഭിക്കുക. ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്താണ് സർക്കാർ മാസം 1000 രൂപയുടെ പെൻഷൻ പദ്ധതിയുമായി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് നിയമസഭാ ഇലക്ഷന് മുമ്പ് 2 മാസത്തെ പെൻഷനാണ് എല്ലാ ആളുകൾക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇനി ഏപ്രിൽ മെയ് മാസങ്ങളിലെ 2 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ നൽകാനുള്ളത്. അതിൻ്റെ വിതരണമാണ് നാളെ മുതൽ നടക്കുക. നമുക്കറിയാം, UDF സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വന്നു. മന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തു, MLA-മാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സർക്കാർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടായിരുന്നു. അന്ന് സർക്കാർ പറഞ്ഞിരുന്നു ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ മുതൽ പെൻഷൻ വിതരണം തുടങ്ങുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളിൽ പെൻഷൻ ലഭിച്ച ആളുകൾക്കായിരിക്കും ഈ ഒരു മാസങ്ങളിലും പെൻഷൻ ലഭിക്കുക. അന്ന് പെൻഷൻ മുടങ്ങിയ ആളുകൾ, ഒരുപാട് ആളുകൾക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടും പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട്. ഏകദേശം 18 ലക്ഷത്തിലധികം ആളുകളായിരുന്നു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 16 ലക്ഷം ആളുകൾക്കാണ് ലാസ്റ്റ് പെൻഷൻ ലഭിച്ചത്. നിങ്ങളുടെ പെൻഷൻ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. അതിന് സർക്കാരിൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ പെൻഷൻ ഇപ്പോൾ എന്നാണ് ലഭിക്കുക, ഏത് മാസത്തെ പെൻഷനാണ് നമുക്ക് ലഭിക്കാനുള്ളത് എന്നിങ്ങനെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ഒന്ന് ഓണാക്കി പെൻഷൻ പോർട്ടൽ വഴി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ ID-യോ ആധാർ നമ്പറോ അതല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസുകളോ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനായാലും ശരി, മറ്റെല്ലാ പെൻഷനുകളും സർക്കാർ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. അർഹതയുള്ള ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കുക, അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ മാക്സിമം ഒഴിവാക്കുക എന്നതാണ് ഇപ്പോൾ പുതിയ രീതി. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉൾപ്പെട്ട ആളുകളായിരിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ഈ ഒരു പെൻഷന് വേണ്ടി മാത്രം ഒരുപാട് ആളുകൾ മറ്റു കാർഡിൽ നിന്നും ഈ കാർഡിലേക്ക് വെട്ടിമാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റിയ ആളുകൾ നമ്മുടെ അന്വേഷണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അനർഹമായിട്ട് വാടക രസീറ്റ് ഉണ്ടാക്കി ചുവപ്പ് റേഷൻ കാർഡ് കൈവശം വെക്കുക, വീടിൻ്റെ അളവ് കുറച്ച് കാണിച്ചിട്ട് ചുവപ്പ് റേഷൻ കാർഡ് കൈവശം വെക്കുക എന്നിങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ചുവപ്പ് റേഷൻ കാർഡ് കൈവശം വെച്ച് ഈ ഒരു പെൻഷന് വേണ്ടി അപേക്ഷ സമർപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ മേൽ അന്വേഷണം വരികയും അതുപോലെ തന്നെ അർഹമുണ്ടായിട്ടും വെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാനും അവസരമുണ്ടായിരിക്കും. നിങ്ങളുടെ കാർഡിൻ്റെ കളർ ഏതാണ്, ചുവപ്പാണോ മഞ്ഞയാണോ എന്നിവയുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാനും അവസരമുണ്ട്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മുടെ ഈ ചാനൽ പലപ്പോഴും അങ്ങനെയുള്ള വീഡിയോസുകൾ വരാറുമുണ്ട്. അതുപോലെ തന്നെ മറ്റ് പെൻഷൻ വാങ്ങുന്ന ആളുകളും ഇതുപോലെ തന്നെ അനർഹമായിട്ട് ഒരുപാട് ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. സ്വന്തമായി 4 ചക്ര വാഹനമുള്ള ആളുകൾ, സ്വന്തമായി വലിയ 2000 സ്ക്വയർ ഫീറ്റിലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, അങ്ങനെ പല കാരണം കൊണ്ടും പെൻഷൻ അർഹമായി കൈപ്പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെയെല്ലാം പെൻഷന് 1 മാസത്തിനും തടയുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അർഹതയുണ്ടായിട്ടും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വീടിൻ്റെ അളവ് മാത്രം നോക്കി പെൻഷൻ മുടങ്ങിയ ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. വീട്ടിൽ AC മറ്റ് സൗകര്യങ്ങളുള്ളത് കൊണ്ട് പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യത്തിലും നല്ല തീരുമാനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.